ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനം 2 നാളത്തെ നടക്കാമോ നല്ലൊരു അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഈ നാളത്തെ പ്രൊമോ ഭാഗം മാത്രമേ പറയുന്നുള്ളൂ. അതിന്റെ കൂടെ ഇപ്പൊ പാണ്ഡ്യൻ സ്റ്റോറി നല്ലൊരു ഭാഗം നടക്കുന്നുണ്ട്, ആ ഒരു ഭാഗം കൂടി ഇതിന്റെ കൂടെ പറയാം കേട്ടോ ലാസ്റ്റ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് വേറൊന്നുമല്ല, ബാലനാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ട്രിപ്പ് അറേഞ്ച് ചെയ്യാണ് ആണുങ്ങൾക്ക് വേണ്ടി മാത്രം. അതായത് ആനന്ദ്, ധർമ്മൻ, ആര്യൻ, ആകാശ്, നിങ്ങൾ 4 പേര് അടിച്ചു പൊളിച്ചിട്ട് വാ. മീനാക്ഷിക്ക് ജോലിക്ക് അത്ര ദിവസം ലീവ് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് പെണ്ണുങ്ങൾ ഇവിടെ ഇരിക്കട്ടെ, ആണുങ്ങളൊക്കെ അടിച്ചു പൊളിച്ചിട്ട് വാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് കേൾക്കുമ്പോൾ മിത്രക്കൊക്കെ വിഷമമൊന്നുണ്ട്, എന്താ ബാല ചെയ്ത്, ഞങ്ങളും ഒന്നും പോകണ്ടേ എന്നൊക്കെ പറയാണ്. അപ്പൊ ബാലന്റെ ഒരു ചെറിയൊരു ഇതായിട്ടോ, അത് വേറൊന്നല്ല, എല്ലാരും ഒരുമിച്ചിട്ട് തന്നെയാ പോണത്. ബാലൻ ചെറുതെ ഒരു ടെൻഷൻ അടിപ്പിച്ചതാണ് അവരെ. അങ്ങനെ പോകുമ്പോ അനൂനെയും കൊണ്ടുകൊണ്ട് എല്ലാവരുമായിട്ടാണ് പോണത് കേട്ടോ. പക്ഷെ ആ പ്ലാൻ മുടക്കാൻ വേണ്ടി നമ്മുടെ ദേവീനെ വിടാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഉദയഭാനു അവിടെ തന്നെ പിടിച്ചു നിർത്താണ് നമ്മുടെ ദേവീന. പക്ഷെ ആനന്ദ് ദേവിയുടെ ഒരു കാര്യം പറയുന്നുണ്ട്, എടി ഞാനേ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് എന്റെ അനിയന്മാരുടെ മാമന്റെ കൂടെ ട്രിപ്പ് പോണത്. പക്ഷെ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുമ്പോഴല്ലേ ഈ കാണുന്ന എന്നെ ആയിരിക്കില്ല നീ കാണാൻ പോണത്, പുതിയ തീരുമാനം എടുത്ത ആനന്ദിനെ ആയിരിക്കും നീ കാണാൻ പോണത്. നീ നോക്കിക്കോ, നിന്നെ ഇവിടെ നിന്ന് എങ്ങനെ പുറത്താക്കാമെന്നായിരിക്കും ഞാൻ ആലോചിച്ച് അതിനൊരു തീരുമാനം എടുത്തിട്ടാണ് ഞാൻ ഇവിടെ വരുള്ളൂ. ഞാൻ തിരിച്ചു ഇവിടെ വീട്ടിലേക്ക് ട്രിപ്പ് കഴിഞ്ഞ് കയറുമ്പോ നീ ഇവിടെ നിന്ന് ഇറങ്ങും. നീ മാത്രം നിന്റെ ഫ്രോഡ് തന്തയും ഇനി മേലാൽ ഈ പടി കയറില്ല. നീയും നിന്റെ ഫ്രോഡ് തന്തയും ഈ വീടിനോട് എന്നേക്കുമായിട്ട് ഗുഡ് ബൈ പറയാൻ പോവാണ് ഞാൻ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോ എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. അത് കേൾക്കുമ്പോൾ ദേവിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. അപ്പൊ ആ ഒരു ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് കാണിച്ചത്. ആനന്ദ് പറഞ്ഞ സത്യം തന്നെയാണ് കേട്ടോ. ആനന്ദ് ഈ ട്രിപ്പ് പോകുമ്പോൾ തന്നെ ആലോചിച്ച് കൂട്ടണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദേവീനെ ഇവിടുന്ന് എങ്ങനെ പുറത്താക്കാമെന്നാണ്. പക്ഷെ അങ്ങനെ ദേവിനെ പെട്ടെന്നൊന്നും പുറത്താക്കാൻ പറ്റില്ല. പക്ഷെ ആനന്ദ് ദേവിയുടെ വളരെയധികം ക്രൂരതകളാണ് ഇനി കാണിച്ചുകൊണ്ടിരിക്കാൻ പോണത്. ദേവിനെ ഒരുപാട് ഉപദ്രവിക്കും. ദേവി ഇതുവരെ ചെയ്ത കള്ളത്തരങ്ങളും ദേവിയുടെ ഫാമിലി ചെയ്ത കള്ളത്തരങ്ങൾക്കൊക്കെ തന്നെ ായിട്ട് ദേവിക്ക് കിട്ടാൻ പോണ ഭാഗമാണ് ഇനി കാണാൻ വേണ്ടി പോകുന്നത്. അത് മാത്രല്ല, ദേവിയുടെ കൂടെ ഈ ആനന്ദ് കിടക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇനി ഞാൻ നമ്മുടെ തമിഴിലെ ഭാഗം കേട്ടോ. ഈ ദേവിയുടെ കൂടെ ആനന്ദ് കിടക്കില്ല, നീ ഒരു കള്ളിയാണ്, പെരും കള്ളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും ആനന്ദ് ദേവിയുടെ കൂടെ കിടക്കില്ല കേട്ടോ. അത് വേറെ കാര്യം. പക്ഷെ ആനന്ദ് ഒരു ദിവസം കുടിച്ച് വന്ന് ലെക്ക് കെട്ട ഒരു ദിവസം നമ്മുടെ ദേവിയുടെ കൂടെ കിടക്കാണ്. അപ്പോഴേക്കും ഇതൊക്കെ കഴിഞ്ഞിട്ട് 5-6 മാസം കഴിഞ്ഞിട്ടുള്ള സംഭവം കേട്ടോ. അപ്പൊ അതായത് 5-6 മാസം വെച്ചാൽ ഇത് പ്രഗ്നൻസിയും കാര്യങ്ങളൊക്കെ ആയിട്ട് 5-6 മാസം ആയതായിട്ട് അവർ കാണിക്കുന്നത്. അപ്പൊ അതിങ്ങനെ കുടിച്ചു വന്ന് കഴിയുമ്പോഴേക്കും നമ്മുടെ ആനന്ദ് പഴയ ഒരു ആനന്ദിലേക്ക് പോകുവാണ്. അതായത് ദേവിനെ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ആനന്ദിലേക്ക് ആനന്ദിന്റെ മനസ്സ് പെട്ടെന്ന് തെന്നി മാറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ദേവി എന്നൊക്കെ പറഞ്ഞിട്ട് ദേവിനെ കെട്ടിപ്പിടിച്ച് പിന്നെ അവിടേക്ക് ഭയങ്കര റൊമാൻസും കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കുക കേട്ടോ. പക്ഷെ അത് ആനന്ദിന് അത് ബോധമില്ല, കാരണം ആനന്ദ് കുടിച്ച് നിൽക്കുന്ന സമയമല്ലേ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആനന്ദ് ദേവിയുടെ പഴയ പോലെ തന്നെ ഇങ്ങനെ ഇപ്പത്തെ പോലെ തന്നെ ആവാണ്, നീ ഭയങ്കര ഫ്രോഡാണ്, നിന്റെ അച്ഛൻ ഫ്രോഡാണ്, അതാണ് ഇതാന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാണ്. അങ്ങനെ ഒരു 2 മാസം കഴിയുമ്പോഴേക്കാണ് വീണ്ടും ഒരു ഞെട്ടിക്കുന്ന വാർത്ത അറിയണത്. നമ്മുടെ ദേവി പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം ദേവിയാണ് ആദ്യം മനസ്സിലാക്കുന്നത്. അപ്പൊ ദേവിക്ക് ഭയങ്കര സന്തോഷമാവാണ്. തന്റെ ഒരു കുഞ്ഞു പോയിട്ട് ദൈവമായിട്ട് പിന്നെ പെട്ടെന്ന് തനിക്ക് അടുത്ത കുഞ്ഞിനെ തന്നല്ലോ, ഇത് തന്റെ വിളി ദൈവം കേട്ടത് കൊണ്ടാണെന്നൊക്കെ വിചാരിച്ച ദേവി ഈ സന്തോഷവാർത്ത വേഗം ആനന്ദിനോട് പറയുന്നുണ്ട്. ആനന്ദ് പണി കഴിഞ്ഞ് വരുമ്പോഴാണ് കേട്ടോ പറയണത്. അപ്പൊ ആനന്ദിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ പിന്നെ പ്രഗ്നന്റ് ആണ്, എന്നിട്ട് നമ്മളെ ദൈവം കാത്തു എന്നൊക്കെ പറയാണ്. നീ പ്രഗ്നന്റ് ആണെന്നോ? കൊള്ളാം, നല്ല തമാശ തന്നെ. കുഞ്ഞ് തന്താരാ എന്ന് ചോദിക്കുകയാണ്. ആനന്ദ നാണുമില്ല. ആനന്ദട്ട് തന്നെയാ. ഞാനോ? അനാവശ്യം പറയരുത്. നീ അന്ന് പ്രഗ്നന്റ് ആയ ദിവസം മുതൽ നീയും തമ്മിൽ ഒരു ബന്ധവുമില്ല. കുഞ്ഞ് നഷ്ടപ്പെട്ടപ്പോ പിന്നെ ഒരു ബന്ധവുമില്ല. പിന്നെ എന്റെ കുഞ്ഞെങ്ങനെ നിന്റെ വയറ്റിൽ കിടക്കണത്? ഇത് എന്റെ കുഞ്ഞൊന്നുമല്ല എന്ന് പറയാണ്. ആനന്ദേട്ട ഞാൻ എങ്ങനെ പറഞ്ഞ ആനന്ദേട്ടൻ ഇനി മനസ്സിലാക്കി തരേണ്ടത്? ഇനിയിപ്പോ കുഞ്ഞ് ജനിച്ചിട്ടൊന്നുമില്ലല്ലോ, 9 മാസം 10 മാസം കഴിയുമ്പോഴേ ജനിക്കുള്ളൂ. അപ്പോഴല്ലേ DNA ടെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. എന്നാലും എന്റെ കുഞ്ഞല്ല, ഇനി വേറെ ആരുടെ കുഞ്ഞാണെന്ന് എനിക്കറിയില്ല. നീ തന്നെ ആ പേര് പറഞ്ഞേ പറ്റൂ. ഇവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്കാന്ന് പറഞ്ഞ് പോകുന്നുണ്ടല്ലോ, ആരുടെ കുഞ്ഞാടി ഇത് എന്ന് ചോദിക്കാണ്. ദേവിക്ക് വല്ലാതെ ഷോക്ക് ആവാട്ടെ, കാരണം ദേവിക്ക് അത് വിശ്വാസം വരുത്താനും സാധിക്കുന്നില്ല. അത് കേൾക്കണ ദേവി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുകയാണ്. അപ്പൊ ആർത്തൊന്നും പറയണമെന്നില്ല, വീട്ടിലൊരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങി പോകുന്നത്. പക്ഷെ മീനാക്ഷിക്ക് ഒരു സംശയം തോന്നാണ്. മീനാക്ഷി നമ്മുടെ ദേവിയുടെ വീട്ടിലേക്ക് പോയിട്ട് സംഭവങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. ദേവി പറയുന്നുണ്ട്, മീനു ഞാൻ പ്രഗ്നന്റ് ആണ്. മീനാക്ഷിക്ക് ഭയങ്കര സന്തോഷമാവാണ്. ദേവിയുടെ എന്താ പറഞ്ഞ പ്രഗ്നന്റ് ആണെന്നോ? അതെ. പിന്നെ എന്താ ദേവിയുടെ ഇവിടേക്ക് വന്നത്? ആനന്ദേട്ടൻ ഈ വിവരം അറിഞ്ഞില്ലേ? ഈശ്വര, ആനന്ദേട്ടന് സന്തോഷവും. എന്താ മീനു നീ പറഞ്ഞത്? ആനന്ദേട്ടന് സന്തോഷമാവുന്നോ? ഞാൻ ഈ വിവരം പറഞ്ഞപ്പോ ആനന്ദേട്ടൻ എന്റെ അടുത്ത് എന്താ ചോദിച്ചെന്നറിയാവോ? ഇത് ആളുടെ കുഞ്ഞാണെന്ന്. ആനന്ദേട്ടൻ അങ്ങനെ ചോദിച്ചോ? അതെ എന്ന് പറയാണ്. മീനാക്ഷിക്ക് ദേഷ്യം വരും കേട്ടോ. മീനാക്ഷി അപ്പൊ തന്നെ നമ്മുടെ സാന്ത്വനം കുടുംബത്തിലേക്ക് കയറി, ദൈവമംഗലത്തിലേക്ക് കയറിയിട്ട് ഈ വിവരം എല്ലാവർക്കും പറയണം. ആനന്ദേട്ടൻ ഇത്ര താറയായി പോയതല്ലോ, ദേവിയെടുത്ത് വീണ്ടും പ്രഗ്നന്റ് ആണെന്ന് പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്. മീനു പറയുന്നുണ്ട് പ്രഗ്നന്റ് ആണെന്ന് മാത്രമല്ല, ആനന്ദേട്ടൻ എന്താ ദേവിയെടുത്ത് ചോദിച്ചെന്നറിയാവോ? ഇത് ആളുടെ കുഞ്ഞാണെന്ന്. അപ്പൊ ആ ഒരു ഭാഗം ഞാൻ ഇന്നലെ കണ്ട ഭാഗമാണ്, അതാണ് ഇപ്പൊ റിവ്യൂ ചെയ്തേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.